സ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനാം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് ശ്രീ സായി സച്ചരിതം ആണ്. ഷിർദിയിലെ ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തെ ഒരു അവതാരമായിട്ടാണ് നാം കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഠങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സായി സച്ചരിതം എന്ന പേരിൽ എഴുതപ്പെട്ട ആ സച്ചരിതത്തിലുള്ള കാര്യങ്ങളാണ്, ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഷിർദി സായിബാബയുടെ ജനനം, മാതാപിതാക്കൾ, ജന്മസ്ഥലം എന്നിവയെക്കുറിച്ച് കൃത്യമായ രേഖകളോ ചരിത്രപരമായ തെളിവുകളോ ഇല്ല. ഏകദേശം 1838 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായിരുന്നോ അല്ല അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയായിരുന്നോ എന്നതിനും വ്യക്തമായ തെളിവുകളില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് തോന്നാം. ചിലപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്ന് തോന്നാം. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്ന ശബ്ദം അള്ളാ മാലിക് എന്നാണ്. എന്നാൽ അദ്ദേഹം ശിവലിംഗം പൂജിക്കുന്നതായിട്ടും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയും അതേപോലെ തന്നെ ഹിന്ദുമത വിശ്വാസിയും അവരെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സായി സച്ചരിതം നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. മഹാരാഷ്ട്രയിലെ പാത്രി ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. മഹാരാഷ്ട്രയിലെ പാത്രി എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഷിർദിയിലെ ഒരു വേപ്പ് മരച്ചുവട്ടിൽ ഏകദേശം 16-ാമത്തെ വയസ്സിൽ ഒരു ഫക്കീറായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത് ഒരു സന്യാസി രൂപത്തിലെ ഏകദേശം 16-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ഷിർദി എന്ന് പറയുന്ന സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ ഷിർദി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വേപ്പ് മരച്ചുവട്ടിലാണ് അദ്ദേഹം എപ്പോഴും കാണപ്പെടാറുള്ളത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഷിർദിയിൽ ചെലവഴിച്ച ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഷിർദി സായി ബാബ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ ആധ്യാത്മിക ഗുരുവായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാം. ആധ്യാത്മിക രംഗത്തെ ഒരു അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത്. സായി സച്ചരിതം എന്ന സായി സച്ചരിതം എന്ന ഈ ഗ്രന്ഥം എഴുതിയത് മഹാഭക്തനായ ഋഷിതുല്യനായ
ശ്രീ ഗോവിന്ദ് രഘുനാഥ് ദാബോൽക്കർ എന്ന വ്യക്തിയാണ്. ഷിർദി സായിബാബ അദ്ദേഹത്തിന് സ്നേഹപൂർവം നൽകിയ പേരാണ് ഹേമന്ത് പാന്ത്. അപ്പം നമുക്ക് ഈ സായി സച്ചരിതം എഴുതിയത് ആരാ എന്ന് ചോദിച്ചാൽ ഹേമന്ത് പാന്ത്, ശ്രീ ഹേമന്ത് പാന്ത് ആണ് അത് എഴുതിയത് എന്ന് നമുക്ക് പറയാം. കാരണം ഷിർദി സായിബാബ അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് ഹേമന്ത് പാന്ത് എന്നാണ്. അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ട്. 52 അധ്യായങ്ങൾ ഉള്ള ഈ ഗ്രന്ഥം ഷിർദിയിലെ സായീശ്വരന്റെ മുഴുവൻ ജീവിത സംഭവങ്ങളും ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. 52 അധ്യായങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തിൽ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം, സച്ചരിതം, ജനങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം, ഈശ്വരന്റെ അറിവുകൾ അദ്ദേഹം ഹേമന്ത് പാന്ത് ഈ ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഗ്രന്ഥം ഇന്ന് സപ്താഹ രൂപത്തിൽ വായിക്കപ്പെടുന്നുണ്ട്. 7 ദിവസം കൊണ്ട് ഭാഗവത സപ്താഹം, രാമായണ സപ്താഹം മുതലായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ സായി സച്ചരിതവും ശ്രീരാമകൃഷ്ണ സച്ചരിതം ഇതൊക്കെ സപ്താഹ രൂപത്തിൽ വായിക്കപ്പെടുന്ന ആധ്യാത്മികപരമായിട്ട് ഉള്ള ക്ഷേത്രങ്ങളും മറ്റും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കുവാൻ ഈ ഗ്രന്ഥം വളരെ ഉപകരിക്കും. ആത്മീയതയിൽ ഉള്ള പല രഹസ്യങ്ങളും പല നല്ല കാര്യങ്ങളും നമുക്കിതിൽ കൂടി പഠിക്കുവാനുണ്ട്. നമ്മുടെ ആധ്യാത്മിക ശക്തി ഇത് വർദ്ധിപ്പിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. നമുക്ക് ഓരോ അധ്യായമായി ഈ ഗ്രന്ഥം മനസ്സിലാക്കാം. കേട്ടവർ തുടർച്ചയായി ഈ സായി സച്ചരിതം കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗ്രന്ഥങ്ങൾ ഓരോരോ അധ്യായം വഴിയാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ അധ്യായത്തിന് ശ്രീ ഹേമന്ത് പാന്ത് കൊടുത്ത പേരാണ് കോളറയും ഗോതമ്പ് പൊടിക്കലും എന്നാണ് ഒന്നാം അധ്യായത്തിന്റെ പേര്. കോളറയും ഗോതമ്പ് പൊടിക്കലും. അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ ഈ ശ്രീ സായിയുടെ വേഷം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുസ്ലിം ആണെന്ന് തോന്നും, അദ്ദേഹം ഹിന്ദു ആണെന്ന് തോന്നും. ശ്രീ ഹേമന്ത് പാന്ത് സായീശ്വരനെ ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും സംസാര സാഗരം താണ്ടുന്നതിനുള്ള നൗകയുമായാണ് വിവരിച്ചിട്ടുള്ളത്. ഈ സംസാര സാഗരം നീന്തിക്കടക്കുവാനുള്ള ഒരു നൗക, ഒരു തോണി അല്ലെങ്കിൽ ഒരു വഞ്ചി ആയിട്ടാണ് ശ്രീ ഹേമന്ത് പാന്ത് സായീശ്വരനെ ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ശ്രീ ഹേമന്ത് പാന്ത് എല്ലാ ഋഷീശ്വരന്മാരെയും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് കുറേ ആൾക്കാരെ ഓർമ്മിക്കാനും അവരോടൊക്കെ നന്ദി പറയുകയും മറ്റും വേണം എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ശ്രീ ഹേമന്ത് പാന്ത് ഈ ഗ്രന്ഥത്തിലെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അധ്യായം വിവരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആരോടൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. നമ്മളും അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നത് നല്ലതാണ്. ഏതൊരു നല്ല കാര്യം, ശുഭകാര്യം നമ്മൾ ആരംഭിക്കുമ്പോഴും ധാരാളം ആൾക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, മുനിമാർക്ക്, മഹർഷിമാർക്ക് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അത് അദ്ദേഹം ഈ സായി സച്ചരിതത്തിലെ ഓരോരോ അധ്യായം മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം ആദ്യം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആരോടൊക്കെ? ശ്രീ മഹാഗണപതിക്ക് വന്ദനം. അദ്ദേഹം ആദ്യം പറയുന്ന പേര് ഗണപതിയാണ്. മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പാർവതി പരമദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം പ്രണാമം. ഇങ്ങനെ
ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ അധ്യായവും നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായത്തിനെ കുറിച്ച് അധ്യായത്തിന്റെ പേര് ഞാൻ പരാമർശിച്ചു, കോളറയും ഗോതമ്പ് പൊടിക്കലും. നമുക്കറിയാം ആ അധ്യായത്തിന്റെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ ഇതെന്തൊരു പേരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാം. അവതാരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ആയിരിക്കും അവരിൽ കൂടി നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ കോളറ എന്ന് പറയുമ്പോൾ ഒരു അസുഖമാണെന്ന് നമുക്കറിയാം. ഗോതമ്പ് പൊടിക്കുക എന്ന് പറയുമ്പോൾ ഗോതമ്പ് പൊടിക്കുന്ന നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിന് അദ്ദേഹം അങ്ങനെ ഒരു പേര് കൊടുത്തത്? വേദവ്യാസൻ പറയുന്നു, പൂജ മുഖേന ഭക്തി പ്രകാശിപ്പിക്കാം. നമുക്ക് നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് പൂജ മുഖേന ചെയ്യാം, അല്ലേ? പൂജ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാം. കീർത്തനങ്ങളിൽ കൂടി നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാം. കീർത്തനങ്ങൾ പാടിയിട്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയിട്ട് നമുക്ക് നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാം. സമസ്തവും ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ് എന്നുള്ള തോന്നലിൽ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനിന് സമർപ്പിച്ചുകൊണ്ടും അവസാനം ചെയ്തു കഴിഞ്ഞതിന് ശേഷവും ഭഗവാനിന് സമർപ്പിച്ചുകൊണ്ടും ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് എന്ന തോന്നലിൽ നമ്മുടെ ഭക്തി നമുക്ക് പ്രകാശിപ്പിക്കാം. പിന്നീട് ഭഗവാന്റെ കഥാശ്രവണങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ ഭക്തി പ്രകാശിപ്പിക്കാം, അല്ലേ? ഈ ഏത് മാർഗവും നമുക്ക് എടുക്കാം. ഇതിൽ ഭഗവാന്റെ ശ്രീ ഷിർദി സായിബാബയുടെ സച്ചരിതമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സായിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ ആരംഭിക്കാൻ. സദ്ഗുരുവിനെ കാണാനും കേൾക്കാനും ശ്രീ ഹേമന്ത് പാന്ത് ഷിർദിയിലെത്തി. ഈ കഥ, സായിയുടെ സച്ചരിതം നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ഹേമന്ത് പാന്ത് ആണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർമ്മിക്കണം. ഹേമന്ത് പാന്ത് ആണ് ശ്രീ സായിയുടെ സച്ചരിതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ മഹാരാഷ്ട്രയാണ് സ്ഥലം, മഹാരാഷ്ട്ര. ഒരിക്കൽ ശ്രീ ഹേമന്ത് പാന്ത് പറഞ്ഞു കേട്ടതിനനുസരിച്ചിട്ട് ശ്രീ സായിയെ കാണാൻ വേണ്ടി ഷിർദിയിൽ വന്നു. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ഷിർദിയിലെത്തിയപ്പോൾ ശ്രീ സായീശ്വരനെ കണ്ട കാഴ്ച ആണ് നമുക്ക് വിവരിക്കുന്നത്. അദ്ദേഹം ഒരു തിരികല്ലിൽ, നമുക്കറിയാം പണ്ട് കോതമ്പം ഒരു 250 കൊല്ലം മുമ്പിലുള്ള കാര്യം, 250 ഏകദേശം 300 കൊല്ലം മുമ്പിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് ഗോതമ്പം പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അമ്മിക്കല്ലില് ഗോതമ്പം ഇട്ടിട്ട് ഒരു തിരിക്കല്ലാണ്, ആ തിരിക്കല്ലിനെ കൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ഗോതമ്പം പൊടിക്കാറ്. ഇപ്പോൾ ശ്രീ ഹേമന്ത് പാന്ത് ഷിർദിയിലെത്തിയപ്പോൾ ഈ സായി എന്താണ് ചെയ്യുന്നത്? ഒരു തിരിക്കല്ലിലെ, ഇരുമ്പിന്റെ ഒരു തിരിക്കല്ലിലെ ഗോതമ്പ് ഇട്ടിട്ട് ആ തിരിക്കല്ല് ഇങ്ങനെ തിരിക്കുന്ന കാഴ്ചയാണ്, ആ ഗോതമ്പത്തിനെ ഇങ്ങനെ പൊടിക്കുന്ന കാഴ്ചയാണ് ഹേമന്ത് പാന്ത് കാണുന്നത്. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അങ്ങനെ വന്ന് ഒരു ഭഗവാന്റെ അവതാരം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ഒരു സാധാരണക്കാരന്റെ വേഷത്തിന് ഇദ്ദേഹം ഗോതമ്പം ഒരു തിരിക്കല്ലിലിട്ട്, ഇരുമ്പിന്റെ തിരിക്കല്ലിലിട്ട് ഇങ്ങനെ ഗോതമ്പം പൊടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സായിയുടെ ഈ ഗോതമ്പം പൊടിക്കുന്ന ഈ കാഴ്ച കാണാൻ വേണ്ടി ആ ചുറ്റുപാടുള്ള ധാരാളം ആൾക്കാർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. സായി
ഒന്നും മൈൻഡാക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ആ ഗോതമ്പം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 3-4 സ്ത്രീകൾ, ആ കൂട്ടത്തിൽ നിന്ന് 3-4 സ്ത്രീകൾ മുന്നിലേക്ക് എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് വന്ന് സായിയുടെ കയ്യിൽ നിന്ന് ആ തിരിക്കല്ല് പിടിച്ചു വാങ്ങി അവർ തിരിക്കാൻ തുടങ്ങി. സായി അവർക്ക് അത് തിരിക്കാൻ അനുവദിച്ചു. ഭക്തന്മാരെ അല്ലേ വന്നിട്ട് പറയുമ്പോൾ അത് തരില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു, ആ തിരിക്കല്ല് അവർക്ക് കൊടുത്തു. അവർ തിരിച്ചു, അത് നല്ലപോലെ പൊടിയാക്കി. അവരും വിചാരിച്ച് ആരും ഇല്ലാത്ത, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മറ്റുള്ള കുടുംബങ്ങളും ഇല്ല, ആരും ഇല്ലാത്ത ഈ സായി എന്തിനാണ് ഇത്രയധികം ഗോതമ്പം പൊടിക്കുന്നത്? വെറുതെ ആയിരിക്കും പൊടിക്കുന്നത്, ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഗോതമ്പം പൊടിച്ചിട്ട് നമുക്ക് തന്നെ വീതിച്ചെടുക്കാമെന്ന് ആ പൊടിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 സ്ത്രീകൾ വിചാരിച്ചു. അവരെന്ത് ചെയ്തു? പൊടിച്ചു കഴിഞ്ഞപ്പോൾ ആ പൊടി 4ആയി വിഭജിച്ച് അവരെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, 4ആയി വിഭജിച്ച് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പെട്ടെന്ന് സായിയുടെ മുഖത്ത് വാമ്പിച്ച ഗൗരവഭാവം വന്ന്, സായി വെക്കെവിടെ എന്ന് പറഞ്ഞു. ഇതെവിടെ നിങ്ങൾ കൊണ്ടുവന്ന്? ഇതെന്താ നിങ്ങളുടെ പിതൃക്കളുടെ സ്വത്താണ്? ഒന്നും ചോദിക്കാതെ ഇത് എടുത്തു കൊണ്ടുപോകാൻ അവിടെ വെക്ക്. പെട്ടെന്ന് എല്ലാവരും സ്തംഭിച്ചു പോയി. സായിയുടെ ആ കർശന ഭാവത്തിലുള്ള ആ മുഖഭാവം കണ്ടിട്ട് എല്ലാ ആൾക്കാരും സ്തംഭിച്ചു പോയി, ആ സ്ത്രീകളടക്കം. അവരവിടെ വെച്ചു. അവരോട് സായി പറഞ്ഞു, ഈ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഗ്രാമത്തിന്റെ അതിർത്തിക്ക് പോയി വിതറുന്നു. ഈ ഗ്രാമത്തിന്റെ അതിർത്തിക്ക് പോയി വിതറുന്നു. എന്തിനാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവര് അതേപോലെ അനുസരിച്ചു. പിന്നീടാണ് മനസ്സിലാവുന്നത്, ഈ ഗ്രാമങ്ങളിൽ കോളറ എന്ന രോഗം ആ കാലഘട്ടത്തിലല്ല, കോളറ എന്ന രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ഷിർദി ഗ്രാമത്തില് ഈ കോളറ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി സായി ചെയ്തതാണ് ഈ ഗോതമ്പ് പൊടി അതിർത്തിയിൽ കൊണ്ട് പാറ്റുക. ഗോതമ്പ് പൊടി അതിർത്തിയിൽ കൊണ്ട് പോയി പാറ്റിയാൽ പടർന്നു പിടിക്കുന്ന കോളറ വരാതിരിക്കുമോ എന്നൊന്നും ആരും ചോദിച്ചതുമില്ല. ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലായതുമില്ല. ഫലം എന്താണെന്ന് വെച്ചാൽ, ബാക്കി എല്ലാ സ്ഥലത്തും കോളറ നല്ലതുപോലെ പിടിപെട്ടിട്ടുണ്ടെങ്കിലും ഈ ഷിർദിയില് കോളറ അത്ര പടർന്നു പിടിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഷിർദി സായിബാബയുടെ ഹേമന്ത് പാന്ത് ഷിർദി സായിബാബയെ ചെന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ആദ്യം കണ്ട കാഴ്ചയാണ് ഇത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അധ്യായത്തിന് കോളറയും ഗോതമ്പ് പൊടിക്കലും എന്ന പേര് ഈ അധ്യായത്തിന് കൊടുക്കാൻ കാരണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ദിവ്യമായ ഒരു സങ്കല്പ ശക്തിയാണ് അദ്ദേഹം പൊടിച്ചത്. അദ്ദേഹം ഗോതമ്പം പൊടിച്ചത് വാസ്തവത്തില് ഗോതമ്പത്തിനെ അല്ല അദ്ദേഹം പൊടിച്ചത്. വാസ്തവത്തില് പടർന്നു പിടിക്കാൻ പോകുന്ന ആ കോളറയെ ആണ് അദ്ദേഹം പൊടിച്ചത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വിതറാൻ വേണ്ടി പറഞ്ഞത്. ഇത് സത്യമോ? എന്തായാലും ഷിർദി ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഗോതമ്പ് മണിയും കോളറയും തമ്മിൽ എന്താണ് ബന്ധം? ഈ ആലോചനയാണ് ഹേമന്ത് പാന്തിനെ ഈ സായിയുടെ സച്ചരിതം കൂടെ നിന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സച്ചരിതം എഴുതണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ആ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം സായീശ്വരനോട് അദ്ദേഹം അനുവാദം ചോദിച്ചു. സായീശ്വരൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് ഈ സച്ചരിതം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ട് നിനക്ക് ആ സായി സച്ചരിതം എഴുതാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമം ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് എഴുതിയിട്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 1-ാം അധ്യായത്തിലുള്ള ഈ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. നിങ്ങളെല്ലാ ആൾക്കാരും ഈ സായി സച്ചരിതം പറയുന്നത് മുഴുവനും കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. കൂടാതെ ഈ ശ്രീ സായി സച്ചരിതം എന്ന പുസ്തകം പറ്റുന്നുണ്ടെങ്കിൽ പുസ്തകശാലയിൽ പോയി ഈ സായി സച്ചരിതം വാങ്ങി വായിക്കാനും വേണ്ടി ശ്രമിക്കണം.
എല്ലാ ആൾക്കാരും ഇത് കേട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും തുടർന്നും ഈ എപ്പിസോഡ് കേൾക്കുകയും നിങ്ങൾ കേട്ട ആൾക്കാർ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യുകയും മറ്റും ചെയ്ത് ഈ സായീശ്വരൻ്റെ ഈ പേരും പ്രശസ്തിയും നമുക്ക് എല്ലാ സ്ഥലത്തും ആവുന്ന സ്ഥലത്തൊക്കെ നമുക്കിത് എത്തിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളം ഞാൻ ഈ പുസ്തകം മുഴുവനായിട്ട് വായിച്ച വ്യക്തിയാണ്. ധാരാളം കാര്യങ്ങൾ നമുക്കിതിൽ കൂടി പഠിക്കാനുണ്ട്. വായിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ശ്രീ സത്യസായി നമുക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ കേട്ട ആൾക്കാരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ ഉദ്യമം വിജയിപ്പിക്കേണ്ടത് ഏതൊരു ഭക്തൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള രൂപത്തിൽ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ നിർത്തുന്നു. നാളെ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി വളരെ വിനയ രൂപത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.